السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أيسر طريق. ونحن اليوم في القسم الأول من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനെളുപ്പവഴിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മൾ ഖുർആൻ പഠനത്തിനെളുപ്പവഴിയുടെ ദുറൂസ് ലുഗത്തുൽ അറബിയ്യ മദീന അറബിക് പഠന പരമ്പരയിലെ ഒന്നാം ഭാഗത്തിലാണ്. എത്ര പാഠം നമ്മൾ കഴിഞ്ഞു? ദർശന എത്ര പാഠം പഠിച്ചു? 14. ദർശന 14 ദർശനം 14 പാഠം പഠിച്ചു. മാഷാ അല്ലാഹ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉസ്താദാണ്. ഉസ്താദിന്റെ ഫെമിനിൻ ഉസ്താദാണ്. ഉസ്താദാ ലാസ്റ്റ് എന്താ പറയണ്ടേ? ദാലാണോ ലാസ്റ്റ് ഉസ്താദാണ് ദാന്നല്ല പറയണ്ടല്ല. അതെന്താ പറയേണ്ടത്? ഉസ്താദാന്ന് അല്ല, എന്താ പറയേണ്ടത്? ചോദ്യമാണ്. സംശയമുണ്ട്. ചോദ്യമാണ്. ചോദ്യം സ്ത്രീലിംഗം പറയേണ്ടത് ഉസ്താദിന്റെ സ്ത്രീലിംഗം. പുല്ലിംഗം പറയുമ്പോ ദാലാണോ? അപ്പൊ സ്ത്രീലിംഗം പറയുമ്പോ എങ്ങനെ സംസാരിക്കുമ്പോ ദാന്ന കേൾക്കില്ല. അതുകൊണ്ട് എഴുതുമ്പോ എന്താ പറയുന്നത്? എഴുതുമ്പോ എന്താ അവസാന അക്ഷരം എന്താ? അല്ല, വനിതാധ്യാപിക അല്ലെങ്കിൽ അധ്യാപിക എന്ന് എഴുതുമ്പോഴത്തേക്ക് അവസാന അക്ഷരം എന്താ? ഓക്കെ, ഇനി അതൊരു ആൻസർ. വേറെ ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ? ഉത്തരമില്ല. കാരണം ഇനി അവരങ്ങനെ വിളിക്കുമെന്ന് വിചാരിച്ചിട്ടാ. അജിബിന് ഉത്തരം പറയൂ. നിങ്ങൾ അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയാം. ഉസ്താദുൻ എന്നതിന്റെ സ്പെല്ലിംഗ് ഉസ്താദത്തുൻ എന്നാണ്. ഉസ്താദുൻ, ഉസ്താദത്തുൻ, മുദരിസുൻ, മുദരിസത്തുൻ. അപ്പോ അത് നിർത്തി പറയുമ്പോൾ ഉസ്താദ് എന്നിടത്ത് ഉസ്താദ് എന്ന് പറയും. പുല്ലിംഗമാണ് ഉസ്താദ്. ദാലാണ് നിർത്തുന്നത്. ദാലിന് സുക്കൂൻ കൊടുത്താണ് നിർത്തുന്നത്. ഉസ്താദ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉസ്താദത്തുൻ എന്നതിന് പറയുമ്പോൾ എന്ത് പറയണം? അൽക്കാരിയത്തും അൽക്കാരിയ എന്ന് പറയില്ല. അൽക്കാരിയ, മൽക്കാരിയ എന്ന് പറയുന്ന പോലെ അവസാനത്തെ അക്ഷരം മറന്നിട്ട് ഹായാണ് വെച്ചിരിക്കുന്നത്. ഉസ്താദ, ഉസ്താദ. പിന്നെ പറയുമ്പോ കട്ടി കൂടിപ്പോണം എന്നുള്ളത് എന്താണ്? അധ്യാപകർക്ക് കുറച്ച് കട്ടി കൂടുതല. അതുകൊണ്ടാണ് ഉസ്താദ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ദാലല്ലേ പറയുന്നത്. ഇജ്ജാല് പറയാത്തെന്താ? ഉസ്താദ്മാര് കുറച്ചുകൂടെ എന്താണ് സോഫ്റ്റ് ആകാനാണ്. ഉസ്താദ്മാരെന്താണ്? കട്ടിയാണ്, കട്ടി കുറയ്ക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. സൗണ്ടില് ചെറിയൊരു പ്രശ്നമുണ്ട്. സൗണ്ട് കുഴപ്പമുണ്ടോ? ക്ലിയർ ഇല്ല, ഭയങ്കര കുറവാ. ഭയങ്കര കുറവാണ്. ജലദോഷം പിടിച്ച സൗണ്ട് വരുന്നു. ജലദോഷം പിടിച്ച സൗണ്ടാണോ? അതെ. എന്നാ സൗണ്ട് മാറ്റി നോക്കാം, മൈക്ക് മാറ്റി നോക്കാം.
ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ ആ ഓക്കെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. രാവിലെ അത് വെച്ചിട്ട് സൗണ്ട് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു. ശരി. അപ്പം അതുകൊണ്ടാണ് ഉത്തരം പറയാഞ്ഞത്. ആണോ? ഉസ്താദ് എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ്? ഉസ്താദ. നമ്മൾ ഉസ്താദ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ എന്നാ വിളിക്കുന്നതെങ്കിൽ പെണ്ണുങ്ങളെ ഉസ്താദ, യാ ഉസ്താദ. ഓക്കെ. നീ ടീച്ചറിന് ഇംഗ്ലീഷ് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതപ്പോ അങ്ങനെയാണെങ്കിൽ മാഷെന്ന് പുരുഷന്മാരെ മാഷെന്ന് വിളിക്കണ്ടേ? ദാലിന് കുത്തുള്ള ദായല്ലേ? അല്ല, അതാണ് എന്റെ ചോദ്യം. അവിടെ എന്താ സംശയം വരാൻ കാര്യം? ഉസ്താദ് എന്നാ എല്ലാരും പറയുന്നത്. എല്ലാരും പറയുന്നത് നിങ്ങളെ ഉത്തരം എന്താണ്? ഡോട്ട് ഉണ്ടോ ഇല്ലേ? ഡോട്ട് ഉണ്ടെന്നാ എന്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ് കേട്ടില്ലാന്ന് തോന്നുന്നു. ഉസ്താദ് എന്ന ആൾക്കാരെ കട്ടിക്കൂട്ടി വിളിക്കുന്നത് എന്തുകൊണ്ടാ, ദാലായിട്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഉസ്താദന്മാർക്ക് ഇച്ചിരി കട്ടി കൂടുതലാണ്. ഉസ്താദന്മാർ വിചാരിക്കുക ഉസ്താദന്മാരാണ് എന്തോ സംഭവമാണ്. ഉസ്താദന്മാർ സംഭവമൊന്നുമല്ല. ഉസ്താദന്മാർ സംഭവം ആകുന്നത് ഏറ്റവും സോഫ്റ്റ് ആയിട്ട് പഠിപ്പിക്കുകയാണ്. എനിക്കത് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ മനസ്സിലായില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഊന്നി പറയുന്നത്. ഞാൻ 15-ാമത്തെ വയസ്സ് 16-ാമത്തെ വയസ്സിലൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ 17, 18, 20, 22 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ഉന്നത അല്ലെങ്കിൽ ഇമാമുമാരൊക്കെ വന്നിട്ട് പറയും, നിജവും വടി കളയണം എന്ന് പറയും. അപ്പൊ അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല വടി കളയണം എന്ന് പറഞ്ഞ് എങ്ങനെയാ വടി കളഞ്ഞിട്ട് പഠിപ്പിക്കാന്ന് എനിക്ക് അറിയില്ല. അത് എന്റെ കുഴപ്പമാണ്. വടിയില്ലാതെ പഠിപ്പിക്കാൻ കഴിയുക എന്നത് അധ്യാപകന്റെ കഴിവാണ്. പിന്നീട് ഞാൻ 2003 വീണ്ടും അധ്യാപകനായിട്ട് പോയി. അന്നേരം ഞാൻ എന്ത് ചെയ്തു? വടിയില്ലാതെ പഠിപ്പിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടികൾ ലേറ്റായി വരുന്നത് എന്നുള്ളത് ഒന്നുകിൽ അധ്യാപകന്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ രക്ഷാകർത്താവിന്റെ കുഴപ്പമായിരിക്കും. കുട്ടിയെ ശിക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതേപോലെ ഇപ്പൊ നമുക്കറിയാമല്ലോ, സ്കൂൾ ബസ് ലേറ്റായി വരുന്നത് സ്കൂളിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ കുട്ടി കൃത്യമായിട്ട് അവിടെ എത്തില്ല എന്നുള്ള പേരന്റിന്റെ കുഴപ്പമാണ്. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മൾ അഡൾട്ടാണ്, നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെതായ രീതിയിൽ പഠിക്കണം. പഠിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്റെ ഗുരു എനിക്ക് പഠിപ്പിച്ചിരുന്നത്, ഇപ്പൊ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ ഗുരു ഉണ്ട്, അദ്ദേഹം പറഞ്ഞിരുന്നത്, നിങ്ങൾ വിളിച്ചാൽ സ്റ്റുഡൻസ് വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ശരിയായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ശരിയായാലേ സ്റ്റുഡൻസ് വരുള്ളൂ. ഉസ്താദ് എന്ന് ദാല് കട്ടി കുറച്ചാ പറയേണ്ടത്. കട്ടി കൂട്ടിയിട്ട് ഉസ്താദുമാർക്ക് ഇച്ചിരി കട്ടി കൂടണമെന്ന് ആരും വിചാരിക്കണ്ട. സ്റ്റുഡൻസും വിചാരിക്കണ്ട, ഉസ്താദുമാരും വിചാരിക്കണ്ട. ഓക്കെ. ഉസ്താദന്മാർ ഗൗരവമുള്ളവരും അവരുടേതായ സ്ഥാന പദവികളൊക്കെ കീപ്പ് ചെയ്യുന്നവരും തന്നെയാണ്. അവരുടെ സ്ഥാന പദവികളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇമാം ആരാണ്? ഇമാം അബൂ ഹനീഫയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഖലീഫയുടെ കൊട്ടാരത്തിൽ നിന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഖലീഫയുടെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണമെന്ന്, മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. രക്ഷയില്ല എന്ന് പറഞ്ഞു. എന്താ നീ പറഞ്ഞിടാവാ? അവർക്ക് പഠിക്കണമെങ്കിൽ എന്റെ വീട്ടിൽ വരട്ടെ എന്ന് പറഞ്ഞു. അത് വേറൊരു എന്താ പറയാ സംഗതിയാണ്. അധ്യാപകന്റെ നിലവാരം എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ചെയ്യുന്നുണ്ട്. അത് നിലവാരത്തിൽ നിന്നും താഴ്ന്ന് കൊട്ടാരത്തിന്റെ വാതിക്കലും ഖലീഫുമാരുടെ പടിവാതിക്കലൊക്കെ പോയിട്ട് സേവനം ചെയ്യുന്നവരല്ല. മറിച്ച് എന്താണ്? അവരവരുടെ സ്ഥാനപതികൾ കീപ്പ് ചെയ്യുന്നവരാണ്. അങ്ങനെ അമീനും മഅ്മൂനും ഒക്കെ രാജകുമാരന്മാരൊക്കെ ഖലീഫയുടെ മക്കളൊക്കെ അദ്ദേഹത്തിന്റെ ചെരിപ്പെടുത്ത് വെക്കാൻ മത്സരം കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ. അപ്പൊ കുല്ലിയത്ത് എന്താ നമ്മൾ അർത്ഥം പറഞ്ഞത്?
കുല്യത്ത് കോളേജ് പിന്നെ വേറെ ഫാക്കൽറ്റി. ഫാക്കുലിറ്റി അല്ലേ, അകത്താണെങ്കിൽ ഫാക്കൽറ്റി. ഫാക്കൽറ്റി. അപ്പൊ കുല്യത്ത് ശരിയാ? ജാമ്യയുടെ ഉള്ളിലാണെങ്കിൽ ലോ ഫാക്കൽറ്റി, കോളേജ്. പുറത്താണെങ്കിൽ കോളേജ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. കുല്യത്ത് ശരിയാന്നാണ് പറഞ്ഞത്. ശരിയാകുമ്പോ ലോ കോളേജ് അല്ലെങ്കിൽ ഫാക്കൽറ്റി ഓഫ് ലോ. ഇനിയിപ്പോ അത് ചിലപ്പോ പ്ലൂറൽ സൊസൈറ്റിയിലാണെങ്കിൽ ഫാക്കൽറ്റി ഓഫ് ഇസ്ലാമിക് ശരിയ, ഇസ്ലാമിക് ലോ എന്നും വരാം. അതേപോലെ യഹ്വത്തിന്റെ ഏകവചനം എന്താണ്? യഹ്വത്തിന്റെ ഏകവചനം ഉഖ്ത്. അവിടെയാ പ്രശ്നം. എല്ലാ തായും നമ്മൾ പെണ്ണുങ്ങൾക്ക് കൊടുത്തു. യഹ്വത്തിന്റെ ഏകവചനം, യഹ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹോദരിക്ക് അറിയാം. ഞാൻ പറഞ്ഞ ആദ്യം ഞാൻ പറയുമ്പോ ശബ്ദം നന്നായിട്ട് കേൾക്കണം. യഹ്വത്തിന്റെ ഏകവചനം അഹുനാണ്. യഹ്വത്തിന്റെ സഹോദരന്മാരെന്നാണ്. അതിന്റെ ഏകവചനം അഹുൻ എന്നാണ്. യഹ്വത്തിന്റെ മറ്റൊരു ബഹുവചനം എന്താണ്? അഹുന്റെ മറ്റൊരു ബഹുവചനം എന്താ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത്? പെണ്ണുങ്ങളെ കുറിച്ച് സംസാരമില്ല ഇവിടെ. അഹുന്റെ മറ്റൊരു ബഹുവചനം, അഹുന്റെ ഒരു ബഹുവചനമാണ് യഹ്വത്ത്. ഉഹത്തുൻ എന്നത് ബഹുവചനമാണോ? പെണ്ണുങ്ങളുടെ ലേഡീസ്. പെണ്ണുങ്ങളെ വിഷയമേ പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ. ഇഖ്വാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്വത്തിനൂടെ പറഞ്ഞു അഹുന്റെ ബഹുവചനമാണ് ഇഖ്വത്ത്. അഹുന് വേറൊരു ബഹുവചനമുണ്ട്. ഈ രണ്ട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. അഖവാത്ത് പെണ്ണുങ്ങളാണ് സഹോദര. ഉഖ്ത് സഹോദരി. ഉഖ്ത് സഹോദരി. മാഷാ അല്ലാഹ്. ഇഖ്വാൻ. ഇഖ്വാൻ അല്ല, ഇഖ്വാൻ. ഇഖ്വാൻ. ഇഖ്വാനുൽ മുസ്ലിമീൻ. യഖ്വാനുലൂത്ത് ഖുർആനിലുള്ളത് പറയും. ഉദാഹരണം യഖ്വാനുലൂത്ത് ഉണ്ടോ ഖുർആനില്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, രണ്ടും ഉണ്ട് ഖുർആനില്. നസ്രാനിയുടെ ബഹുവചനം എന്താ? നസ്രാനി. നസ്രാനിയുടെ ബഹുവചനം നസാറ. നസാറ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നസ്രാനിയൻ എന്നതിന്റെ ബഹുവചനമാണ് നസാറ. കാലത്തിൻ നസാറ എന്ന് പറയുന്നു. കാലത്തിൻ നസാറ. റാ കഴിഞ്ഞിട്ട് അലിഫാണ് എന്നാണ് പറയുക. പക്ഷെ യാന്റെ ഷേപ്പിലാണ് എഴുതല്. നസ്രാനിയുൻ എന്ന് പറയുമ്പോ യാ എന്നാണ് പറയാ. യാക്ക് എന്തുണ്ട്? ശബ്ദുണ്ട്. ما كان إبراهيم يهوديا ولا نصرانيا. പിന്നെ ശരി. അപ്പൊ നമ്മള് പാഠത്തിന്റെ അവസാനത്തിലാണ് എത്തിയത്. നിങ്ങൾക്ക് എക്സർസൈസ് തന്നില്ലെന്ന് തോന്നുന്നില്ലേ? 13 വരെയുള്ള പാഠത്തിന്റെ എക്സർസൈസ് തന്നുള്ളൂ. എക്സർസൈസ് നിങ്ങൾ പെട്ടെന്ന് എഴുതിയിട്ട് അടുത്ത എക്സർസൈസ് വീണ്ടും ചോദിച്ച എക്സർസൈസ് ഒക്കെ വീണ്ടും. ഓക്കെ, എല്ലാവരും എക്സർസൈസ് എഴുതുന്നുണ്ടോ? എക്സർസൈസ് നോക്കാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ശരി, നമുക്ക് വായിച്ചു നോക്കാം എക്സർസൈസ്. അജിബ്
അനിൽ അശ്ലത്തിലാത്തിയ മൻ അൻതും എന്ന് ചോദിച്ചപ്പോ എന്തായിരുന്നു അവർ മറുപടി പറഞ്ഞത്? നിങ്ങൾ ആരാണ്? അല്ല, അത് ഇപ്പൊ എന്താണ് മറുപടി പറഞ്ഞത് അവര്? പാഠത്തിൽ നിന്നാണ് ഉത്തരം പറയേണ്ടത്. നെഹ്നു അബ്നാ ദുക്തൂർ മൂസ എന്ന് പറഞ്ഞു. അബ്നാ ദുക്തൂരി ദുക്തൂരി മൂസ. അബ്നാ ദുക്തൂരി മൂസ. അല്ല, ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ആൻസർ ഇതുപോലെ എഴുതണം, അതായത് നമ്മുടെ ബേസ് ചെയ്തിട്ട് എഴുതണം. അല്ല, ഇവിടെ പാഠത്തിൽ നിന്നാണ് ചോദ്യം. പാഠത്തിൽ അല്ലാതെ വരും ചോദ്യം വരുമ്പോൾ ഞാൻ പറയും കേട്ടോ. ഇവിടെ ചോദ്യം പാഠത്തിൽ നിന്നാണ്. അയിന ബൈത്തുക്കും എന്ന് ചോദിച്ചു. ബൈത്തുന ബൈത്തുനൽ ജദീദു ജദീദ് പറഞ്ഞിട്ടില്ലല്ലോ. മിനൽ ഇവിടെ മന്നന്തും എന്ന് ചോദിച്ചെടുത്ത് നമുക്ക് പാഠത്തിൽ നിന്ന് ഉത്തരം പറയാം, അല്ലാതെ ഉത്തരം പറയാം. അതേസമയം അതിന്റെ ബൈത്തുക്കും മൻ റബ്ബുക്കും എന്നൊക്കെയാണ് അടുത്ത ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാ ലുഗത്തുക്കും അതിന്റെ മദ്രസത്തുക്കും അൻതും മുസ്ലിമൂൻ, ഇതൊക്കെയാണ് ചോദ്യം. അപ്പൊ നമ്മൾ സ്വന്തം ഉത്തരം പറയണം. അപ്പൊ അതിന്റെ ബൈത്തുക്കും ഒരാൾ പറയൂ. ബൈത്തുന അമാമൽ മസ്ജിദ്. ബൈത്തുന അമാമൽ മസ്ജിദ്. അമാമൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഏത് മസ്ജിദ്? അമാമൽ മസ്ജിദ് കാലിക്കൂത്താണോ അല്ല കോട്ടയം? അമാമൽ മസ്ജിദ് കാലിക്കൂത്ത്. മാഷാ അല്ലാഹ്. ഞാൻ അവിടെ വന്നിട്ട് നിങ്ങളെ വീട് കണ്ടിട്ടില്ലേ? അനീന ബൈത്തി എന്ന് പറയില്ലേ ഉസ്താദ്? പാക്കൊന്ന് വിളിച്ചാ ബൈത്തി എന്ന് പറയാം. പക്ഷെ ഇവിടെ ചോദ്യം എന്താണ്? ബൈത്തുക്കും വിളിച്ച് നൂഡിൽസ് വേണമെന്നറിയും. നമ്മളെ മൈത്തിന. അന്റിക്ക് വിളിച്ചാൻ പറയട്ടാ. എന്താ ആവശ്യം ഉണ്ടെങ്കിൽ അന്റിക്ക് വിളിക്കാൻ പറയും. സോറി അപ്പൊ ബൈത്തുക്കും എന്ന് ചോദ്യത് കൊണ്ട് ഉത്തരം എന്ത് പറയണം? ബൈത്തുന. ബൈത്തുന. ഓക്കെ. മൻ റബ്ബുക്കും. അല്ല, ഈ ബൈത്തുന കരീബും മിനൽ മസ്ജിദ് എന്ന് പറഞ്ഞാലും ശരിയാവൂല്ലേ? കരീബുൽ മസ്ജിദ് എന്ന് പറയാം. മിനൽ മസ്ജിദ് എന്ന് പറഞ്ഞോണ്ട് ഉത്തരം ശരിയാവുന്നു കേട്ടോ. ഞാൻ തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. ബൈത്തുന അമാമൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ പഠിച്ചത് എല്ലാം ലഘുവായ ഉത്തരം പറയാൻ വേണ്ടിയാണ് പഠിച്ചത്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമാമൽ മസ്ജിദ് എന്ന് പറയുമ്പോൾ അൽ മസ്ജിദ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതോ ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ. അല്ലെവിടെയാണ് ആ പള്ളിയുടെ ഫ്രണ്ടിൽ എന്റെ വീടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മൻ റബ്ബുക്കും. അല്ലാഹു റബ്ബുന. മൻ റബ്ബുക്കും എന്ന് ചോദിച്ചാൽ റബ്ബുൻ അല്ലാഹ്. തിരിച്ചും പറയാമോ? തിരിച്ചും പറയാം. പക്ഷേ ഇവിടെ മൻ റബ്ബുക്കും എന്ന് പറയുമ്പോ ചോദ്യം എന്താണ്? റബ്ബുക്കും, നിങ്ങൾ റബ്ബ് ആര് എന്നാണ്. ഇപ്പൊ മലയാളത്തിൽ എന്ത് പറയും നമ്മള്? എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയും. അല്ല, കും പറഞ്ഞോണ്ട് റബ്ബുനല്ല, ഞങ്ങളുടെ റബ്ബ് അല്ലാഹ് എന്ന് പറയും. അപ്പൊ എന്താണ്? റബ്ബുനല്ല എന്ന് പറയും. അതാണ് കറക്റ്റ് ആൻസർ. മാ ലുഗത്തുക്കും. ഭാഷ എന്താണ്? മാ ലുഗത്തുക്കും. അൽ അറബിയത്തു ലുഗത്തുന. ലുഗത്തുനൽ അറബിയത്തു. ലുഗത്തുനൽ അറബിയത്തു. നേരത്തെ ഞാൻ പറഞ്ഞു ചോദ്യം എന്താണോ അതനുസരിച്ചാണ് ഉത്തരം പറയേണ്ടത്. മാ ലുഗത്തുക്കും എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്ന് പറയും എന്റെ ഭാഷ അല്ല ഞങ്ങളുടെ ഭാഷ ഇതാണ് എന്നാ പറയാം. അപ്പൊ ലുഗത്തിന് നമ്മള് പ്രാധാന്യം കൊടുക്കും. ഓക്കെ. വേറൊരാൾ പറയൂ. അറബി ഭാഷയല്ലാത്ത വേറെ ആരില്ല. ലുഗത്തിന മലയാളം. അൽ മലൈബാരിയത്തു എന്നും പറയാം കേട്ടോ. അൽ യബാനിയത്തു.
ഐന മദ്രസത്തുക്കും മദ്രസത്തുന തൃശൂർ. മദ്രസത്തുന അലൽ ഹവാ. തൃശൂർ. നമ്മളെ സ്കൂൾ എവിടെയാണ്? തൃശൂർ. അലൽ ഹവാ, ഓൺ എയർ. ഓൺ എയർ അല്ലേ നമ്മള്? ഓൺലൈൻ. അലൽ ഹവാ. അപ്പൊ വേറെ ആരും തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇത്ര ഒന്നുകൂടെ പറയും. മദ്രസത്തുന തൃശൂർ. ഫി തൃശ്ശൂർ. തൃശ്ശൂർ ഷായാണ്. തൃശ്ശൂർ. തൃശ്ശൂർ. ഫി ഫി തൃശ്ശൂർ. 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 ആ അത് ഫീ വെക്കണം ഉസ്താദെ. ഉച്ചരിക്കുമ്പോ അറബിയിലുള്ള അക്ഷരമാക്കി പറയണം. അറബിയിലുള്ള അക്ഷരമാക്കി പറയണം. അതുകൊണ്ടാണ് മലയാളം ഫീ വെക്കണം. ഫീ ഫീ വേണം. തൃശ്ശൂരിലാണ്. പി തൃശ്ശൂർ. അപ്പൊ അതൊരു അൺഇമ്പോർട്ടന്റ് സ്ഥലമായത് കൊണ്ട് അവിടെ ഫീ ഇന്നുള്ള അർത്ഥം വരും. അറ്റെന്നുള്ള അർത്ഥത്തിന് അറബിയിൽ എന്താണ്? ബി. ബി ബി ബി. ബിൽ ജാമിയത്തി. അപ്പൊ ബി തൃശ്ശൂർ ഫീ കേരള കേരള എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. അങ്ങനെ പറയാം. അൻതും മുസ്ലിമൂൻ. നഹ്നു മുസ്ലിമൂൻ. വൽഹംദുലില്ലാഹ്. നഅം നഹ്നു മുസ്ലിമൂൻ. അപ്പൊ ഞാൻ കൂടെ പറയണം ആ ചോദ്യം. അതെ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അസ്സാബിയ അഫി ബൈത്തിക്കും ഹദീഖത്തുൻ. അഫി ബൈത്തിക്കും ഹദീഖത്തുൻ. نعم نعم نعم. بيتي പൂർണ്ണ ഫീ ബൈത്തിന. في بيتنا حديقة. നഅം ഫീ ബൈത്തിന ഹദീഖത്തുൻ. ഇല്ലാത്തൊരു നട്ട് പിടിപ്പിക്കുക കേട്ടോ. ഹദീഖത്ത് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാ. ഹദീഖത്തുൻ ഫിൽ ബൈത്തിന. അതെന്തായാലും പറ്റില്ല. അതെന്തായാലും പറ്റില്ല. നഅം ഫീ ബൈത്തിന ഹദീഖത്തുൻ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മള് ചോദ്യം എന്താണ്, അപ്പോഴെന്താണ് ഉത്തരം പറയുന്നത് എന്താണെന്നുള്ള അതേ രീതിയിലാണ് ഉത്തരം പറയുന്നത്. നഅം ഫീ ബൈത്തിന ഹദീഖത്തുൻ. അസമാനിയ അല്ലെങ്കിൽ അസാമിന. ഇന്ദക്കും സയ്യാറത്തുൻ. മാഷാ അല്ലാഹ്, എല്ലാവർക്കും കാറുണ്ട്. കാറില്ലാത്ത ഒരാൾ ഉത്തരം പറയും. لا 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 عندنا سيارة. لا ما عندنا سيارة. لا ما عندنا سيارة. لا ما عندنا سيارة. ما عندنا سيارة. ഉള്ളയാൾ ഒരാൾ വേറൊരാൾ പറഞ്ഞ് കാറുള്ളയാള്. അപ്പൊ ലായും വ്യത്യാസം തന്നെ സെൻസില്. അല്ല, ലാ പറയുമ്പോഴത്തേക്ക് എന്താണ്, ആദ്യം സ്റ്റേറ്റ്മെന്റിനെ നെഗറ്റീവ് ആക്കുകയാണ്. അല്ലെ, ആൻസർ എന്താണ് നെഗറ്റീവ് ആണെന്ന് പറയുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ മാ എന്നല്ല സെൻസിന്റെ തുടക്കത്തിൽ പറയുക. അവിടെ എന്താ പറയുക, ലാ എന്നാണ് പറയുക. പൊതുവിൽ ഒരു സംഗതി നെഗറ്റീവ് ആക്കുന്നതിന് ലാ ആണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ചെയ്യാർത്തും ലാ എന്ന് പറഞ്ഞാൽ ഉത്തരം തീർന്നു. അല്ല മാ എന്ന് പറയില്ല അവിടെ. ലാ ഇല്ല എന്ന് പറയുന്നതിന് പകരം മാ എന്ന് പറയുകയില്ല. അതേസമയം പാസ്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം, മാ ഉപയോഗിക്കണം. സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ, പാസ്റ്റ് ആയിട്ടുള്ള സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ മാ ഉപയോഗിക്കും. ആദ്യം പറയുന്നതാണ് ചോദ്യത്തിന് ഉത്തരം ലാ എന്ന് പറയും. അപ്പൊ ചോദ്യത്തിന് ചോദ്യത്തിന് രണ്ട് ഉത്തരമുണ്ട്. ഒന്ന് യെസ് ഓർ നോ. യെസ് ഓർ നോ എന്ന് പറയുന്നിടത്ത് ഞാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ലാ എന്ന് പറയാം. ഞാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ലാ എന്ന് പറയാം. ഇനി ഒരു വാക്യം, ഒരു സെന്റൻസിന് നെഗറ്റീവ് ആക്കണമെങ്കിൽ അവിടെ പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ നോക്കണം. ഇവിടെ പാസ്റ്റ് ആണ് പറയേണ്ടത് നമുക്ക്. അപ്പൊ എന്താണ്, മാ ചേർത്തിട്ടാണ് പറയേണ്ടത്. അത് നമുക്ക് കൂടുതൽ വിശകലനം എന്തായാലും വരും, പിന്നീട് വരും. ഇപ്പൊ നമ്മള് ലാ മാ ഇന്ധന ചെയ്യാറത്തുള്ള ആള് പറഞ്ഞ്. അപ്പൊ അവിടെ ലാമിന് ശേഷം കോമ നിർബന്ധമാണോ? ലാം അല്ല കേട്ടോ, ലാ. സോറി.
ലാക്ക് ശേഷം കോമ വേണം, ഫാസിലയാണ്, ആ. അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്. യെസ്. കാർ ഉള്ള ആള് പറയും. നഅം ഇന്ദുനാ സയ്യാറത്തുൻ. നഅം ഇൻദന സയ്യാറത്തുൻ. ഇന്ദുന അല്ല, ഇൻദന. ഞങ്ങളുടെ പക്കൽ. ഇവിടെ ചോദ്യം ഇന്ദയാണ് ചോദ്യം, അതുകൊണ്ട് ഇന്ദ കൊണ്ടാണ് നമ്മൾ എന്ത് ഉത്തരം പറയുന്നത്. പക്കൽ, ഇന്ദ, പക്കൽ, സമീപം, അടുത്ത്. ഞാൻ എന്തൊക്കെന്ന് പറയുമ്പോഴേ ഇന്ത്യ എന്നുള്ള അർത്ഥം വരും അല്ലെ, ഉത്തരം വരും. എന്തൊക്കെയാണെന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ഇന്ത്യ എന്ന് പറയും. എന്താ സഹോദരൻ ചോദിച്ചത്? നഅം അലഫി ഇൻദക കദീമുൻ സയ്യാറത്തി. അല്ല, അതൊക്കെ വേറെ വിഷയം. നിങ്ങൾ നമ്മൾ പറഞ്ഞതുപോലുള്ള സ്ട്രക്ചറാണ്. നമ്മളെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന, വാക്യത്തിന്റെ ഘടന നമ്മൾ പറഞ്ഞതുപോലെ ഉപയോഗിക്കണം. ഈ ഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ്. നിങ്ങൾ പറഞ്ഞത് എൻ്റെ അടുത്ത് പഴയ കാറുണ്ടെന്ന്. എൻ്റെ അടുത്ത് ഒരു പഴയ കാറുണ്ടെങ്കിൽ സയ്യാറത്തുൻ ഖദീമത്തുൻ എന്നാ പറയാം. അപ്പൊ സയ്യാറത്തിന്റെ വിശേഷണമായിട്ടാണ് നമ്മൾ വിശേഷണം നേരത്തെ പഠിച്ചായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നഅം ഇന്ദി അല്ലെങ്കിൽ നഅം ഇൻദന സയ്യാറത്തുൻ ഖദീമത്തുൻ. ഓക്കെ. അനഫി എന്ന് പറയുന്നത് എന്താണ്? നമ്മളവിടെ ഗൾഫിൽ ചെന്നിട്ട് ഈ മുറി അറബി പറഞ്ഞു പഠിച്ചവര് കുഴപ്പമാണ്. ഇതാണ് ശരിക്കുള്ള പ്രയോഗം. അനഫി എന്ന് വെച്ചിട്ട് ഒരിക്കലും അറബി പറയരുത്. അനഫി എന്ന് പറഞ്ഞാൽ ഫീ എല്ലാ സ്ഥലത്തും കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അനയും ഫീയും ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഒന്നാമത്തെ ക്ലാസ് പോലെ പ്രാക്ടീസ് ചെയ്താൽ അത് കറക്റ്റായിട്ട് വരും. നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് പോലെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്, അത് തന്നെയാണ് അറബി. ഇതാണ് സ്പോക്കൺ അറബി. പിന്നെ ലഹജ, പിന്നെ എന്താ പറയാ, കൊളോക്കിയൽ യൂസേജുകൾ, കൊളോക്കിയൽ എന്താ പറയാ, വാക്കുകളും പദപ്രയോഗങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ലഹജയുമായി ബന്ധപ്പെട്ട, അതായത് സംസാര ഭാഷയിലുള്ള പ്രയോഗങ്ങളും വാക്കുകളും പദങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ സ്ഫുടമായ അറബിയാണ് സംസാരിച്ച് പഠിക്കുന്നത്. അതാണ് അങ്ങനെ, അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഘടന, വാക്യത്തിന്റെ ഘടന ഇത് തന്നെയാണ് ഘടന. ലഹജ, അതായത് കൊളോക്കൽ വാക്കുകൾ ഉപയോഗിച്ചാലും വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിലും ലഹജ അല്ലെങ്കിൽ ഘടന ഇത് തന്നെയാണ്. ഓക്കെ. ലഹജയുടെ അർത്ഥം എന്താ? ലഹജ എന്ന് പറഞ്ഞാൽ കൊളോക്കൽ ലാംഗ്വേജ്. അപ്പൊ നമ്മൾ കജ്ജി കഴിയാന്ന് ചോദിച്ചാൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അവിടെയും എന്താണ്, കജ്ജി കഴുകിയോ എല്ലാം പുള്ള എനിക്ക് അതില്ല, ലഹജ എനിക്ക് അറിയില്ല. അപ്പൊ ആ ഘടന എന്താണ്? വാക്യത്തിന്റെ ഘടന തന്നെയാണ്. സംശയം ഉണ്ടായിരുന്നു. നമ്മള് മദ്രസ അനിൽ ഹവ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് സ്വഇഷ്ടം എന്നുള്ളതിന് ഒരു അനിൽ ഹവ എന്നൊരു ആയത്തില്ല നമുക്ക്. അനിയല്ല, അലൽ ഹവ, ഓൺ എയർ. ഓക്കെ. പഠിക്കുന്നതെല്ലാം ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് പഠിച്ചാൽ ഒരിക്കലും നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്നുണ്ട്. ഹവ എന്ന് പറഞ്ഞാൽ ഓൺ എയർ. അല്ല, സ്വഇഷ്ടത്തിന് പറയില്ലേ അങ്ങനെ ഒരു വാക്കില്ലേ, അനിൽ ഹവ? സ്വേച്ഛ എന്നൊക്കെ സ്വേച്ഛ ഹവാന് പിന്നെ ദഹേച്ഛന്ന് അർത്ഥമുണ്ട്. ഹവ എയർ എന്നും അർത്ഥമുണ്ട്. എയർ കേട്ടോ, വായു. ഹവ കഴിഞ്ഞിട്ട് യായാണോ? ഹംസ് ഹവാ ആണല്ലേ? മറ്റേത് ഹവായാണ് കേട്ടോ, ഹവ അല്ല. മറ്റേ ഹവ എന്ന് കഴിഞ്ഞിട്ട് വാരിഫിന്റെ യാണ്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു. ഹവ അല്ല ഇവിടെ, ഹവാഹു. ഹവ അവിടെ എന്താണ്? വാ കഴിഞ്ഞിട്ട് വാവ് ഹദായുടെ പോലുള്ള യായാണ് ഹവ. ഓക്കെ. അതിന്റെക്കും ചേർത്ത് കഴിഞ്ഞു. അതിനെ മദ്രസത്തുക്കും അത് പറഞ്ഞല്ലേ. അതിനെ മുദരിസുക്കും ഖറജൽ ആന വദ്ഹബ ഇലൽ മുദീരി. എവിടെ നിങ്ങൾ വായിക്കുന്നത്? മുദരിസുന ഫിൽ മസ്ജിദി മദ്രസത്തിന് ഇതേപോലെ. അല്ല, നിങ്ങളിപ്പോ വായിച്ചത് ഇപ്പൊ പറഞ്ഞുതരാം. നേരത്തെ
നിങ്ങൾ ഉത്തരം എവിടെ നിന്ന് വായിച്ചാണോ? ഉത്തരം എവിടെ നിന്ന് വായിച്ചാണോ? അത് കഴിഞ്ഞ മുമ്പിലത്തെ പാഠത്തിൽ അങ്ങനെ ഒരു വേർഡ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്തായിരുന്നാലും അതല്ല ഉദ്ദേശം. നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതാണ് ഒന്നുകൂടെ പറയാൻ പറഞ്ഞത്. ഉത്തരം പറഞ്ഞാൽ പറഞ്ഞോ, അത് അത് ആ സെന്റൻസ് നമ്മൾ കറക്റ്റ് ചെയ്യണ്ടേ? അതിനെ خرج മുതലിച്ചിക്കും. الآن ആ അതിന്റെ രണ്ടാമത്തേല് ഫെലിസ് അറിയോ? ഖറജൽ ആന خرج الآن وذهب മുദീരി. ആ ഇവിടെ ഐന മുദരിസുക്കും എന്നാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ മുദരിസിനെ ചേർത്ത് ഉത്തരം പറയുന്നതാണ് എന്ത് ചെയ്യുന്നത് നല്ലത്. അതിനെ മുദരിസുക്കും എന്ന് ചേർന്ന് ദഹബ മുദരിസുന അല്ലെങ്കിൽ ഖറജ മുദരിസുന വ ദഹബ ഇലൽ മുദീരി. അപ്പൊ ആദ്യം പറഞ്ഞ ഖറജ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഖറജന്ന് എനിക്ക് എവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറയണം. ഖറജ മിനൽ ദർസി അല്ലെങ്കിൽ മിനൽ ഫസിലി. ഖറജ മുദരിസുന അൽ ആന മിനൽ ഫസിലി വ ദഹബ ഇലൽ മുദീരി. എന്തായാലും മുദരിസിനെ ചേർത്ത് പറയണം. അപ്പൊ പറഞ്ഞതില് കാര്യമായ തെറ്റൊന്നുമില്ല കേട്ടോ. അതായത് സ്ട്രക്ചർ ഘടനയിൽ തെറ്റൊന്നുമില്ല, ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പം അതിന് ഉദ്ദേശിക്കും എന്ന് പറഞ്ഞാൽ ഖറജ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയി, ഈ വെന്റ് ഈ ഡിപ്പാർട്ട്മെന്റ് ഈ എന്നുള്ള അർത്ഥം വന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അല്ല ശരി. അൻതും മുദരിസൂൻ? നഅം നഹ്നു മുദരിസൂൻ. നഅം നഹ്നു മുദരിസൂൻ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയണം? നഹ്നു തുല്ലാബുൻ. അല്ല, ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. അല്ല, ഞങ്ങൾ മുദരിസുകൾ അല്ല എന്ന് പറഞ്ഞാലോ എങ്ങനെ വരും? ഇല്ല, നമ്മൾ ഇവിടെ നെഗറ്റീവ് അവിടെ ബേസ് ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ല. മറ്റേ നമ്മൾ എന്താണ് മാ ഇന്ധന നമ്മൾ പഠിക്കും. മാവൽ ഇവിടെ മാ ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. പാസ്റ്റിലെ മറ്റേ വെർബിന്റെ കൂടിയാണോ മാ ചേർക്കുക? അത് അങ്ങനെ ഉണ്ടാ? അല്ല, നമ്മൾ എല്ലാം ചോദിച്ചാലേ പറയാൻ പറ്റില്ല. അത് നമ്മൾ ആ ഗ്രേഡിൽ എത്തിയാലേ പറയാൻ പറ്റൂ. ഇവിടെ നമ്മൾ മാ ചേർത്ത് ഇന്ത്യയുടെ കൂടെ മാ ചേർത്ത് പറഞ്ഞു. മാ ഇന്ധന ആ ഇന്ത്യക്കും സയ്യാറത്തും മാ ഇന്ധന സയ്യാറത്തും. ഇത് പറയുന്നതിൽ കോംപ്ലിക്കേഷൻ ഒന്നും. ആ അൻതും മുദരിസൂൻ എല്ലായിടത്ത് നെഗറ്റീവ് ആയിട്ട് പറയണമെങ്കിൽ ചെറിയ ഘടനയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഘടന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഘടനയിലേക്ക് നമ്മൾ പോകുന്നത് ഉചിതമല്ല. പഠിക്കാത്ത ഘടനയിലേക്ക് പോകുന്നത് ഉചിതമല്ല. ഓക്കെ, ഇഖ്റ വക്തും. ഒന്നാമത്തെ ഒരാൾ വായിക്കും. നഹ്നു മുസ്ലിമൂന. നഹ്നു മുസ്ലിമൂന. ബാക്കി അടുത്ത ആൾ വായിച്ച്. അല്ലാഹു റബ്ബുന അല്ലാഹു റബ്ബുന വൽ ഇസ്ലാമു ദീനുന. والنبي محمد صلى الله عليه وسلم رسولنا القرآن الكريم والقرآن الكريم كتابنا والكعبة ഈ വരെയുള്ള കാര്യം قبلتنا അപ്പം എന്തുകൊണ്ട് കിതാബീന എന്ന് അല്ലെങ്കിൽ കഅബത്തി എന്ന് പറഞ്ഞില്ല? പറഞ്ഞപ്പോ തെറ്റെന്ന് പറഞ്ഞു. അവിടെ ലമ്മ മാറാനുള്ള കാരണം ഉണ്ടോ എന്ന് നോക്കണം.
ലമ്മത്ത് മാറാനുള്ള കാരണം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അവിടെ കാരണം വന്നിട്ടില്ല. മാത്രമല്ല ഇവിടെ ലമ്മത്തൊക്കെ ഇട്ടിട്ടുണ്ട്. മുസ്ലിമൂന് ഈ പദം ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും കിതാബിന കഴബത്തു, കഴബത്തിന്റെ അവിടെ ലമ്മിട്ടില്ല. കഴബത്തിന്റെ അവിടെ ലമ്മിട്ടില്ലെങ്കിലും റസൂലുന വൽ ഖുർആനു കരീമു കിതാബുന പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം? വൽ ഖുർആനു അവിടെ ലമ്മ് കൊടുത്ത് പറഞ്ഞുകൊണ്ട് വൽ കഴബത്തു, പിന്നെ വാ ചേർത്താൽ മുമ്പ് ഉള്ളതിന്റെ അടയാളമാണ് പിന്നെയും പറയേണ്ടത്. മുഹമ്മദുൻ റസൂലുന എന്ന് പറഞ്ഞു. പിന്നീട് വൽ ഖുർആനു എന്നാ പറയേണ്ടത്. വൽ ഖുർആനു, കാരണം മുഹമ്മദിന് ലമ്മായതുകൊണ്ട് ഖുർആനും ലമ്മായിരിക്കും, വാ കൊണ്ട് ബന്ധപ്പെടുത്തിയാൽ. അപ്പൊ വൽ ഖുർആനുൽ കരീമു, വൽ ഖുർആനുവിന് ലമ്മ ആയതുകൊണ്ട് കരീമിന് അതിന്റെ വിശേഷണമായിട്ട് ലമ്മ വന്നു. പുസ്തകത്തിൽ വേറെ ആണല്ലോ. ആ ദസ്തൂറിനാണ്. ഓക്കെ, ദസ്തൂറിനാണ്. ദസ്തൂറിനാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭരണഘടന. വൽ കഅബത്തു ഖിബ്ലത്തുന വൽ അറബിയ്യത്തു ലുഗത്തുന. തയ്യിബ്. അസ്സാനി, അടുത്ത ആള് വായിക്കും. ഇപ്പൊ വായിക്കാത്ത, ഇതുവരെ വായിക്കാത്ത ഒരാൾ വായിക്കും. ഇതുവരെ വായിക്കാത്ത ആള് എല്ലാരും വായിച്ചോ? അയിന മുദരിസക്കും യാ ഇഖ്വാനു. മുദരിസു, മുദരിസ വരാൻ ലമ്മ മാറാനുള്ള കാരണം എന്താണ് വന്നിട്ടുള്ളോ നോക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ലമ്മ തന്നെ വരണം. അയിന മുദരിസുക്കും യാ ഇഖ്വാനു. ഖറജൽ ആന മിനൽ ഫസ്ലി വദഹബ ഇലൽ മുദീരി. അതാണ് നേരത്തെ നമ്മളെ സഹോദരൻ പറഞ്ഞത്. മോളിലെ ചോദ്യത്തിന് കുറെ ഉത്തരങ്ങൾ താഴെയുണ്ട്. ആ മോളില് പറഞ്ഞ 9ാമത്തത് ഇങ്ങനെ മുദരിസുന വേറെ ബിൽ ജാമിയത്തി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അയിന മുദരിസുക്കും മുദരിസുന ഫിൽ ജാമിയത്തി. ഫിൽ ജാമിയത്തി. അതെ. അവിടെ ബില്ലല്ല, ബിൽന്നല്ലേ ബി ആണ് അവിടെ. അവിടെ ബി അല്ല, മുമ്പ് നമ്മള് ബി പഠിച്ചത്. അതെ, അത് ബി വരുന്ന സന്ദർഭം വേറെ വരും. ഓക്കെ, അവിടെ അറ്റല്ല വരിക, അവിടെ ഇന്നാണ് പറയുക. സെക്കൻഡിന്റെ അവസാനം ഫസ്ലി. രണ്ടാമത്തെ അതിന് മുദരിസുക്കും യാ ഇഖ്വാനു ആണോ? അല്ല, രണ്ടാമത്തത് അതിന്റെ രണ്ടാമത്തെ ഭാഗം ഖറജൽ ആന മിനൽ ഫസ്ലി മിനൽ ഫസ്ലി വെയിറ്റ് ഫസ്ലി നിങ്ങൾ വായിക്കാൻ പറ്റൂടെ? നമ്മൾ ഖുർആനിൽ ഓതി പഠിച്ചതല്ല, നമ്മളെ പിന്നെ വായനയുടെ അടിസ്ഥാനം. മിനൽ ഫസ്ലി എന്ന് പറഞ്ഞാൽ അൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്ലി എന്ന ക്രിയാരൂപം ഉപയോഗിക്കാൻ പറ്റില്ല. അൽ വന്നാൽ മിനൽ ഫസ്ലി. കാരണം എന്താണ്? ഫസ്ലി എന്ന് പറയുന്നത് ഫാ വേറൊരു സംഭവമാണ്. സെല്ലി എന്ന് പറയുമ്പോൾ നമസ്കരിക്കൂ എന്ന കൽപ്പനയാണ്. ഇവിടെ അൽ വന്നാൽ അങ്ങനെ ഒരു സംഭവം വരൂല. കാരണം എന്താണ്? അൽ വന്നാൽ ഒരു നാമമായിരിക്കണം അത്. പിന്നീട് അൽ വന്നാൽ പിന്നീട് അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന അക്ഷരങ്ങൾ ഒരു നാമം മാത്രമായിരിക്കും. മിനൽ ഫസ്ലി. ഓക്കെ, എന്റെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അസാലിസ് വായിക്കാത്ത ക്ലാസ് റൂം എന്നാണ് ഞാൻ പറഞ്ഞത്. വേറൊരാൾ ഫസല്ലി എന്ന് വായിച്ചു. അപ്പൊ എന്തുകൊണ്ട് ഫസല്ലി എന്ന് വായിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ, ഒരാൾ മിനൽ ഫസ്ലി അല്ലും പിന്നെ സ്വാദും ലാമും മാത്രമേ ഉള്ളൂ. അവിടെ സല്ലി എന്ന് വായിച്ചാൽ എന്ത് പറയണം? അതാണ് ഞാൻ പറഞ്ഞത്. വെർബിന്റെ മുമ്പ് അൽ വരൂല. വെർബിന്റെ മുമ്പ് അൽ വരില്ല. ഒന്ന്. രണ്ടാമത് ഫസല്ലി എന്ന് പറയുന്നത് ഫ, അതിനാൽ അപ്പോൾ അങ്ങനെയുള്ള അർത്ഥമല്ലോ, നമസ്കരിക്കൂ, അപ്പോൾ എന്നുള്ള സംഗതിയാണ്. ഈ അൽ ശേഷം വന്നു കഴിഞ്ഞാൽ, അൽ വന്നാൽ ശേഷം അക്ഷരങ്ങൾ ചേർത്തെഴുതിയത് എല്ലാം ഒരു നാമമായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ വേറൊരാൾ വായിക്കാത്ത ഒരാള്. അമാമൽ മഹ്കമതി.
അമാമൽ മഹ്കമത്തി എന്ന് തന്നെ വായിക്കണം കേട്ടോ. നമ്മൾ ക്ലാസ്സിലും പരീക്ഷയിലും എല്ലാം ഫുൾ അടയാളം കൊണ്ടേ വായിക്കാം. കാരണം എന്താണ്, ഇത് അധികമാണ് നമ്മുടെ ക്ലാസ്സിന്റെ മഹ്കമത്ത്. എന്താണ് മഹ്കമത്ത്? കോർട്ട്. ഈ അയ്യു ഷാരി എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്? അയ്യു എന്ന കസറാണ് വരുന്നത്. അയ്യ് വന്നാൽ ശേഷമുള്ളതിന് കെസ് വരണം. വന്നോണ്ടല്ലേ കെസർ പറഞ്ഞത്? ഷാരിന്റെ കാര്യം ഫീ വന്നോണ്ടല്ലേ ഷാരി എന്ന് കെസ് വരാൻ കാരണം അയ്യ് വന്നതുകൊണ്ടാണ്. ഫീ വന്നാൽ ശേഷമുള്ളതിനാണ് കെസർ ചെയ്യുക, രണ്ടെണ്ണത്തിന് അപ്പുറത്തല്ല. ഫീക്ക് ശേഷമാണല്ലോ ഷാരിൻ വരുന്നത്. അല്ല, ഒന്ന് മൂന്നാമത്തിന്റെ തുടക്കമാണ് പറഞ്ഞത്. വേറൊരാൾ വായിക്കും. അബൂന സദീഖു അമ്മിക്കും. അബൂന സദീഖു അമ്മിക്കും. ഞങ്ങളുടെ ഉപ്പ നിങ്ങളുടെ ഉപ്പ സദീഖാണ്. ഞങ്ങളുടെ സദീഖു അമ്മിക്കും, നിങ്ങളുടെ അമ്മിന്റെ സദീഖാണ്. ഞങ്ങളെ ഉപ്പ നിങ്ങളുടെ പിതൃവ്യന്റെ സദീഖാണ്. ഖാമിസ്. അടുത്ത വേറെ ഇതിന്റെ ഒക്കെയാണ് ഉത്തരം. നേരത്തെ ആരൊക്കെ പറഞ്ഞു? അത്തിബാണ്. അസാദിസ് അൻതും അബ്നാഉൽ മുദീരി. ലാ നഹ്നു ഹഫദതുഹു. ഓക്കെ, ഹഫദത്ത് എന്ന വാക്ക് ഖുർആൻ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മീനിങ് എന്താ? മീനിങ് എന്താ ആയിക്കോട്ടെ, ഖുർആൻ വായിച്ചിട്ടുണ്ടോ നിങ്ങള്? ഖുർആൻ വായിച്ചിട്ടുണ്ട്, എവിടെയെന്ന് അറിയില്ല. ഉറപ്പാണോ? ബനീന വഹഫദത്തൻ എന്നാണ് കേട്ടോ. ബനീന വഹഫദത്തൻ എന്നാണ് ഖുർആനുള്ളത്. ബനീന എന്ന് പറഞ്ഞ മക്കൾ, ഹഫദത്ത് എന്ന് പറഞ്ഞ മക്കളുടെ മക്കൾ. പേരക്കുട്ടികളെ. പേരക്കുട്ടികളാണ് ഹഫദത്ത്. അപ്പൊ ഇവിടെ കലിമാത്തുൽ ജദീദ എന്ന് പറഞ്ഞ പാഠത്തിന്റെ അവസാനം കൊടുത്തിട്ടുണ്ട് അൽ ഹഫീദ്. ഹഫദത്ത് എന്ന് പറയുന്നത് പിന്നെ ബഹുവചനമാണ്, അതിന്റെ ഏകോചനമാണ് ഹഫീദ്. അൽ ഹഫീദു ഇബിനുൽ ഇബിനി ഔ ഇബിനുൽ ബിന്തി, മകളുടെയോ മകന്റെയോ മകനാണ്. എന്ത്? മകളുടെയോ മകന്റെയോ മകനാണ് അൽ ഹഫീദ്. ഹഫദത്ത് പറയുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ ബഹുവചനം? ഓക്കെ, സാബിയ വേറൊരാൾ വായിക്കും. ഉമ വായിക്കൊന്നൂടെ. മദറസതുന കബീറത്തുൻ വ മദറസതുകും സഗീറത്തുൻ. ഇവിടെ എല്ലാം റാക്ക് ഫത്തഹ മധ്യമാണ്. റാ ഖനപ്പിച്ചോ. റാക്ക് എന്താണ്? മദ്രസത്തുന കബീറത്തുൻ മദ്രസത്തുക്കും സഗീറത്തുൻ. ഞങ്ങളുടെ സ്കൂള് വലുതാണ്, നിങ്ങളുടെ സ്കൂള് ചെറുതാണ്. അസാമിൻ, നിങ്ങളെ ശരിക്കും മലയാളം തന്നെയാണോ മദർ ടങ്ക്? അല്ല, ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എല്ലാം ചെന്നൈയിലാണ്. മദർ ടങ് മലയാളം തന്നെയാണ്, പക്ഷെ അവിടെയാണ് ജനിച്ചു വളർന്ന് പഠിച്ചതെല്ലാം. അത് കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലുവൻസി ഇല്ല മലയാളം. മലയാളം പറയുമ്പോഴും ചെറിയൊരു ചെരിവുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്.
ഞാൻ നേരത്തെ നോട്ട് ചെയ്താണ്. മദ്രസനാക്കി പേര്. ഓക്കെ, സാമിൻ വേറൊരാൾ വായിക്കാണ്. എട്ടാമത്തത്. لنا حديقة جميلة في تلك القرية. മാഷാ അല്ലാഹ്. അപ്പൊ എന്താ പറഞ്ഞത്? ആ ഭംഗിയുള്ള തോട്ടം ഞങ്ങളുടെ പൂന്തോട്ടം വെയിറ്റ് ഞങ്ങളുടെ എന്നല്ല, ലന ഹദിയഖത്തുൻ ജമീലത്തുൻ. ഭംഗിയുള്ള പൂന്തോട്ടം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഭംഗിയുള്ള പൂന്തോട്ടമുണ്ട്. ഞങ്ങൾക്ക് ഒരു ഭംഗിയുള്ള പൂന്തോട്ടം. ഈ തിൽക്കൽ ഖറിയത്തി, ആ രാജ്യത്ത്, ആ പട്ടണത്തിൽ. കേട്ടാ? അടുത്ത 9. അഹുന. ഈ കുല്യത്തി തിബ്. തിബ്ബി ഫീ കുല്ലിയത്തി തിബ്ബി. ബാഇന് എന്തുണ്ട്? ശബ്ദുണ്ട്. അപ്പൊ എന്താണ് അർത്ഥം? ഞങ്ങൾക്കൊരു സഹോദരനുണ്ട്. ഞങ്ങൾക്ക് ഒരു സഹോദരനുണ്ടെന്നല്ല, നിങ്ങളുടെ സഹോദരൻ. അഹൂന ത്വാലിബുൻ. ഓരോന്ന് നോക്കിയാൽ മനസ്സിലാവും. അഹൂന ഞങ്ങളുടെ സഹോദരൻ, ത്വാലിബുൻ ഒരു സ്റ്റുഡന്റ് ആണ്. ഈ കുല്ലിയത്തിൽ തിബ്ബി മെഡിക്കൽ കോളേജ് or in the faculty of medicine. മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ ഒരു സഹോദരനുണ്ട്. ഞങ്ങളുടെ ഒരു സഹോദരൻ മെഡിക്കൽ കോളേജിലുണ്ട്. ആദ്യം പറയാമല്ലോ നമുക്ക്. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഇവിടെ നമുക്ക് കുഴപ്പമില്ല, അങ്ങനെ തന്നെ പറയാം. ഞങ്ങളുടെ ഒരു സഹോദരൻ മെഡിക്കൽ കോളേജിലുണ്ട്. മെഡിക്കൽ കോളേജിൽ എന്താ പറഞ്ഞ? മെഡിക്കൽ കോളേജ് ഓർ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ. നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്. കാരണം നമ്മൾ മെഡിക്കൽ കോളേജ് സ്വതന്ത്രമാണ്. അൽ-ആശിർ. അതിബായിന് ഹംസിന് എത്ര നമ്മുണ്ട്? 1. ഓക്കെ. അൻതും അതിബാഉ. ഉത്തരം എല്ലാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും. വേറെ ആരില്ല. ഇനി ആരെ ചികിത്സിക്കുന്നുള്ളതാണ് പ്രശ്നം. അടുത്തത് 11. നിങ്ങളുടെയും മകനാണ്. വലക്കും മേൽമാലിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ലമ്മ് മാറേണ്ട കാരണം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. അതുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലമ്മാണ്. 12. വിളിച്ചാ പറഞ്ഞുതരാം കേട്ടോ ചോദ്യത്തിന്റെ ഉത്തരം. എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. കാരണം നിങ്ങളെ കുറെ വേറെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം. ഓക്കെ. സിനാഷർ വേറൊരാൾ വായിക്കൂ. അയിന ദഹബത്തും ബിഇഖ്വാനിൻ. നിങ്ങൾ കണ്ണട വെക്കുന്നുണ്ടെങ്കിൽ അത് ഊരി വെക്കുക, അപ്പം കണ്ണ് കാണാം. ഞാൻ കണ്ണട വെച്ചിരുന്ന ഊരി വെച്ചപ്പോഴാണ് എനിക്ക് കാണാൻ തുടങ്ങി. അതുകൊണ്ട് പറഞ്ഞതാണ്. മാർക്കറ്റിൽ പോയി. ഞങ്ങൾ മാർക്കറ്റിൽ പോയി. ഓക്കെ. അടുത്തത് എക്സർസൈസ് നമ്പർ 3. التمرين الثالث. أضيف الأسماء الآتية إلى الضمائر كما هو موضح في المثال. كما هو موضح أن it has been explained. أضيف الأسماء أن add the nouns. അത് ആഡല്ല, ഇലാഫത്ത് ചെയ്യണം. അളിഫ് എന്ന് പറഞ്ഞാൽ ഇലാഫത്ത് ചെയ്യുക.
അദിഫൽ അസ്മാ അൽ ആതിയ ഫോളോയിങ് ഓർ കമ്മിങ് നൗൺസ് എന്നാണ്. ഫോളോയിങ് നൗൺസ് ഇല ദമാഇരി ഏതിലേക്ക് ഇളാഫത്ത് ചെയ്യേണ്ടത്? സർവനാമത്തിലേക്ക് ഇളാഫത്ത് ചെയ്യണം. കമാഹുവ സർവനാമങ്ങളിലേക്ക് ഇളാഫത്ത് ചെയ്യണം. കമാഹുവ മുവദ്ദഹുൻ as it has been explained ഫിൽ മിസാൽ ഇൻ ദ എക്സാമ്പിൾ. ഉദാഹരണത്തിൽ വ്യക്തമാക്കിയതുപോലെ തുടർന്ന് വരുന്ന നാമങ്ങൾ സർവനാമങ്ങളിലേക്ക് ചേർക്കുക. അപ്പൊ ബൈത്തുക്കും ബൈത്തുന കും നായാണ് ചെയ്യേണ്ടത്. ബൈത്തുൻ ബൈത്തുക്കും ബൈത്തുന. ഉമ്മുൻ ഉമ്മുക്കും ഉമ്മുന. ഉമ്മുക്കും ഉമ്മുന. അമ്മുൻ അമ്മുക്കും അമ്മുന. അമ്മുൻ അമ്മുക്കും അമ്മുന. സദിയക്കുൻ വേറൊരാൾ പറയും. എല്ലാം ഒരാൾ തന്നെ പറയും. സദിയക്കുൻ. സദിയക്കും സദിയക്കും സദിയക്കുന. മദ്രസത്തുൻ മദ്രസത്തും മദ്രസുന. എങ്ങനെ 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 മദ്രസത്തുൻ മദ്രസത്തുന മദ്രസത്തുക്കും മദ്രസത്തുക്കും മദ്രസത്തുന ഉഖ്തുൻ ഉഖ്തുന ഉഖ്തുക്കും മദ്രസത്തുക്കും മദ്രസത്തുന മദ്രസുന മദ്രസുന അല്ല മദ്രസത്തുന. അല്ല മദ്രസത്തുനാ മദ്രസുനാന്നാ. മദ്രസുന എന്നല്ല, മദ്രസു എന്നൊരു വാക്കില്ല. മദ്രസു എന്ന് വാക്കില്ല. മദ്രസത്തുൻ എന്താണ്? അടിസ്ഥാനപരമായും താ ഉള്ള വാക്കാണ്. ശരി. ഇനി എന്തായിരുന്നാലും ആ ഉള്ള വാക്കിനെ ഇതിലേക്ക് ചേർക്കാനേ പറഞ്ഞിട്ടുള്ളത്, സർവനാമത്തിലേക്ക് ചേർക്കാനേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയുള്ള വിഷയം തന്മീൻ പോകുമെന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉഖ്തുൻ വേറൊരാള്. ഉഖ്തുന ഉഖ്തുക്കും. അതെ, കും മാറ്റിയത് ആദ്യം കുമ്മല്ലേ. ഉഖ്തുക്കും ഉഖ്തുന. ലുഗത്തുൻ ദീനുൻ ഓക്കെ. ഖലീല പറഞ്ഞു. ഇപ്പോഴാണ് ശബ്ദം വാ തുറന്നത്. ദീനുൻ ദീനുക്കും ദീനുന. മാഷാ അല്ലാഹ്. അബുൻ അബൂക്കും അബൂക്കും അബൂന. അഖുൻ. അഖൂക്കും അഖൂന. അപ്പൊ അബിനും അഖിനും എന്താ വ്യത്യാസം? നേരത്തെ പറഞ്ഞ വാക്കുകളും അബുൻ അഖുൻ ഈ രണ്ട് വാക്കുകളും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ വാവുണ്ട്. അത് രണ്ടക്ഷരമുള്ളതാണ്. ഉമ്മിന് രണ്ടല്ല, ഉമ്മിന് 3 അക്ഷരമുണ്ട്. ഹംസ് മീമ് മീമുണ്ട്. അബു പറഞ്ഞെടുത്ത് 2 അക്ഷരമുണ്ട്. അവിടെ ആഡ് ചെയ്യുമ്പോൾ ഇളാഫത്ത് ചെയ്യുമ്പോൾ അബൂക്കും. അഖിന് 2 അക്ഷരമുണ്ട്. ഇളാഫത്ത് ചെയ്യുമ്പോൾ അഹൂക്കും. വാവിയർക്കണം. അബുക്കും എന്ന് പറയുന്നത്. അബുക്കൊന്നൊരു വാക്കില്ല. ഓക്കെ. ഒന്നാമത്തെ ഒരാൾ വായിക്കും. അയ്യു യൗമിൻ ഹാദാ. അയ്യു യൗമിൻ ഹാദാ. ഉത്തരം കൂടെ വായിക്കും. അതാ യൗമുസ് സബ്തി. അതാ യൗമുസ് സബ്തി. അടുത്തത് വേറൊരാൾ വായിക്കും. അയ്യു ശഹ്രിൻ ഹാദാ. അതാ ഷഹ്റു റജബിൻ. യൗമിന്റെ ബഹുവചനം എന്താണ്? അയ്യാമുൻ. അയ്യാമുൻ. ഹാദയുടെ ബഹുവചനം എന്താണ്? അയ്യു ഷഹ്റിൻ എന്ന് പറഞ്ഞു. ഷഹ്റിന്റെ ബഹുവചനം എന്താണ്? ഷുഹൂർ. ഷുഹൂർ. പിന്നെ എന്തുണ്ട്? ഷാഹിർ അല്ല, ഷഹറിന്റെ ബഹുവചനം വേറൊരു ബഹുവചനം കൂടെ ഉണ്ട്. അഷ്ഹുർ. ഷഹായിർ അല്ല, ഷആയിർ വേറെ വാക്കാണ്. അതിന് വൈദൻ സലഖൽ അഷ്ഹുറുൽ ഹുറുമു. വൈദൻ സലഖൽ അഷ്ഹുറുൽ ഹുറുമു. പിന്നെന്താണ്? ഷുഹൂർ. ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി. 2 ഖുർആനിലുണ്ട്. അതാ ഷഹ്റു റജബിൻ. അപ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യൗമുസ് സബ്തി ദിവസത്തിന്റെ പേര് പറയുമ്പോ അതിന് എന്തായിരിക്കും? ദിവസത്തിന്റെ പേരിന് കെസ്റായിരിക്കും യൗമ് ചേർത്ത് പറഞ്ഞാൽ. യൗമുസ് സബ്തി, യൗമുൽ ജുമുഅതി, യൗമുൽ അഹദി, യൗമുൽ ഇസ്നൈനി. കേട്ടോ? അതേപോലെ മാസത്തിന്റെ പേര് പറയുമ്പോൾ ഷഹ്റു റജബിൻ.
ഷെഹ്റു ദിൽ ഹിജ്ജതി. ഷെഹ്റു ദിൽ ഹിജ്ജതി. ഷെഹർ ചേർത്ത് പറഞ്ഞാൽ ദു എന്ന് പറയാൻ ദിയാ പറയണത്. ദിൽ ഹിജ്ജതി. ഷെഹർ ഇല്ലെങ്കിൽ ദുൽ ഹിജ്ജ എന്നാണ് പറയാ. ഇവിടെയും ഇവിടെ ഷെഹർ ഇല്ലാതെ പറഞ്ഞാൽ റജബുൻ എന്നാ പറയാ. ഷെഹർ ചേർത്താൽ ഷെഹ്റു റജബിൻ. സൂറത്ത് പറയുമ്പോഴും സലാത്തിന്റെ പേര് പറയുമ്പോഴും ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. സൂറത്തുൽ ഖമരി, സൂറത്തുൽ ലൈലി, സൂറത്തുൽ ആശിരി, സൂറത്തുൽ കൗസരി, അതേപോലെ സ്വലാത്തുൽ ളുഹ, സ്വലാത്തുൽ ളുഹ്രി, സ്വലാത്തുൽ ആശിരി, സ്വലാത്തുൽ ഫജ്രി. അടുത്തത് വേറൊരാൾ വായിക്കൂ. أي كلية هذه അയ്യു കുല്ലിയത്തിൻ ഹാദിഹി. അടുത്തത് അതിന് ഫുൾ ആൻസർ തന്നെയുള്ള ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ആൻസർ തിജാറത്തി. അതിന് ശരിക്കുള്ള ഉത്തരം ആയിക്കോളന്നില്ല. ഇവിടെ ഒരു ഉത്തരം കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഒന്ന് പറയൂ. എന്താ അതിന്റെ അർത്ഥം പറയൂ. ബിസിനസ് സ്കൂൾ. ഈ കോളേജ് ഏതാണ്? ബിസിനസ് ബിസിനസ് കോളേജ്. ബിസിനസ് കോളേജ്. ഇത് ബിസിനസ് കോളേജാണ്. ഇതൊക്കെ ബിസിനസ് ആണ്. എല്ലാം ദിസ് ഈസ് ഫാക്കൽറ്റി ഓഫ് ബിസിനസ്. അല്ല, ഫാക്കൽറ്റി പറഞ്ഞെങ്കിൽ ജാമ്യയുടെ ഉള്ളിൽ പറഞ്ഞു ഉസ്താദ്. അത് എവിടെ എന്താണ് അങ്ങനെ ആയിക്കോളും, അങ്ങനെയും പറയാം. ഇവിടെ ജാമ്യയുടെ പുറത്താണോ ഉള്ളിലാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ദിസ് ഈസ് കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ്. കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസ്. കോളേജ് ഓഫ് ബിസിനസ് നമ്മളിവിടെ പറയാറില്ലെന്ന് തോന്നുന്നു. അടുത്തത് എന്താ? അടുത്തത് മദ്രസത്തിൻ മുത്തവസ്സിത്തത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിഡിൽ സ്കൂൾ. മിഡിൽ സ്കൂൾ. ഞാൻ സെക്കൻഡറി സ്കൂളിലാണ്. സെക്കൻഡറി സ്കൂൾ. മുത്തവസ്സിത്തത്ത് ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞില്ലേ? സെക്കൻഡറി സ്കൂളാ. ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? മധ്യമ സമുദായം. അപ്പൊ മദ്രസത്തിൽ മുത്തവസ്സിത്ത് എന്ന് പറഞ്ഞാൽ മിഡിൽ സ്കൂൾ. റഷീദ് സാഹിബൊക്കെ പഠിക്കുന്ന സമയത്ത് മിഡിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ലേ? ഹരീന പഠിക്കുമ്പോഴുണ്ടായിരുന്നു. ഞാൻ പഠിക്കുമ്പോഴുണ്ടായിരുന്നു. ഞാൻ പഠിക്കുമ്പോഴില്ല. മിഡിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? 8ാം ക്ലാസ് അപ്പർ പ്രൈമറി ആണ്. അപ്പർ പ്രൈമറി ആണ്. ഫരീദ് സാഹിബ് പഠിക്കുമ്പോ മിഡിൽ സ്കൂൾ ഇല്ലായിരുന്നു. LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള്. അതേ ഉണ്ടായിരുന്നുള്ളൂ. അതിലാണ് LPക്കും UPക്കും ഇടയ്ക്ക് ഒരു മിഡിൽ സ്കൂൾ ഉണ്ടായിരുന്നു. ഖലീല പഠിക്കുമ്പോണ്ടോ? ഉണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട് മിഡിൽ സ്കൂള്. മിഡിൽ സ്കൂൾ ഏതൊക്കെ ക്ലാസ് ആണ്? സ്കൂള് 6, 7, 8. 6, 7, 8. അപ്പൊ ഹൈസ്കൂളാ? 9, 10. എന്തായിരുന്നാലും അങ്ങനെ ഒരു ഡിവിഷൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവിടെ മിഡിൽ ഈസ്റ്റിൽ അത് ഇപ്പോഴും ഉണ്ട്. മദ്രസത്തിൽ മുത്തവസ്സിത്തത്ത് ഇപ്പോഴും ഉണ്ട്. കാരണം സാനവി അവർക്ക് തീരുന്നത് 12-ലാണ്. സാനവി തീരുന്നത്. സെക്കൻഡറി സ്കൂൾ തീരുന്നത് 12-ലാണ്. ഓക്കെ. അടുത്തത് من أي بلد أنت يا أخت؟ يا أخت. അന്തി അല്ലേ അവിടെ വരണ്ടേ? അന്തിയാണ്. അന്റയല്ല കേട്ടോ. മിൻ അയ്യി ബലദിൻ അന്തി യാ ഉഖ്തു. അടുത്തത് അതിന്റെ ഉത്തരം യൂനാൻ. എന്താണ് യൂനാനി? യൂനാനി ചികിത്സയല്ല. യൂനാനി എന്ന് പറഞ്ഞാൽ ഗ്രീസ്. യൂനാൻ എന്ന് പറയുന്ന ഗ്രീസ്. യുനാനി മരുന്നൊക്കെ ഗ്രീസിന്റെതാ. ഗ്രീസിന്റെ മരുന്ന്. ഇപ്പൊ നമ്മൾ അക്യുപഞ്ചർ, ചൈനീസ് അക്യുപഞ്ചർ ഇല്ലേ,
ഓക്കെ അപ്പൊ അക്യുപഞ്ചർ സൂചി ചൈനയിലാണ് അതിന്റെ കുത്തുന്നത്. ഉത്ഭവം. ഓക്കെ TCM എന്നാണ് മിനസേനി. പറയുന്നത്. TCM എന്നാണ് അതിന്റെ പേര്, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. ഓക്കെ അപ്പൊ അതേപോലെ യൂനാൻ, ഗ്രീസിൽ നിന്ന് വന്ന ചികിത്സയാണ് യൂനാനി. ഓക്കെ അറിയില്ലായിരുന്നു. ഓക്കെ, അഞ്ചാമത്തെ ഒരാൾ വേഗം വായിക്കണം. ആർക്ക് വായിക്കാം? വില്യം ഇതുവർദ് ലണ്ടൻ ലണ്ടൻ പാരീസ് ലണ്ടനും പാരീസ് എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാത്തിന്റെ അവസാനത്തെ അടയാളം പറയണം. ലണ്ടനും പാരീസും ലണ്ടനും പാരീസും പാകിസ്ഥാനും പാകിസ്ഥാനും ഇബ്രാഹിമും ഇസ്തംബൂളും അല്ല, അല്ല ഇസ്തംബൂലും. ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് അയ്യൂബ് ഉസ്മാൻ ദാവൂദ് യൂനുസ് സുലൈമാനു സുലൈമാനു ദാവൂദ് ഇദ്രീസു ഇതിന്റെ അപ്പൊ ഈ നാമങ്ങൾക്ക് എന്താ പ്രത്യേകത നിങ്ങൾ കണ്ടത്? അന്ത്യത്തിൽ ഒറ്റ ഒരു ലമ്മേ ഉള്ളൂ, ഒരു ലമ്മേ ഉള്ളൂ. അതിന്റെ ഹെഡിങ് കണ്ടോ? നോൺ അറബിക് പ്രോപ്പർ നൗൺസ്. നോൺ അറബിക് പ്രോപ്പർ നൗൺസ് അതായത് അനറബി പദങ്ങളാണ്. അനറബി വ്യക്തിസ്ഥല നാമങ്ങൾ. ഇവിടെ എല്ലാം വ്യക്തികളുടെ പേരാണ്, എല്ലാ സ്ഥലത്തെ പേരുണ്ട്. പാകിസ്ഥാനും ഉണ്ട്, ഇസ്തംബൂളും ഉണ്ട്. അപ്പൊ ഇതിലാണ് വ്യക്തിസ്ഥല നാമങ്ങളാണ് ഇവയെല്ലാം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയെല്ലാം എപ്പോഴും തൻവീൻ വരികയില്ല, ഇവയ്ക്ക് കെസ്റും വരികയില്ല. തൻവീനും കെസ്റും വരികയില്ല. കെസ്ർ വരുന്ന സമയത്ത് ഫത്തഹ് കൊടുക്കും. ഇല ഇബ്രാഹിമ ഇസ്മായില. ഇല വന്നിടത്ത് എന്താണ് കെസ്ർ കൊടുക്കുന്നതിന്? ഇല ഇബ്രാഹിമ ഇസ്മായില ഇസ്ഹാഖ യാഖൂബ അയ്യൂബ യൂനുസ്, എങ്ങനെയാണ് വരിക? ഇനിയുണ്ട് ഇദ്രീസു. ഏതായിരുന്നാലും ഇല്ലെങ്കിൽ ഒരു ലമ്മാണ് വരിക. ലമ്മ് വരേണ്ട സ്ഥലത്ത് ഒരു ലമ്മാണ് വരിക. ഇത് വർദ്ധു എന്താണ്? എഡ്വേർഡ് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആരാ ചോദിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ പാഠം കേൾക്കണം. വീഡിയോ കേട്ടിട്ടുണ്ട്, കുറച്ച് ബാക്കിയുണ്ട്, കുറച്ച് കേൾക്കാണ്. ചിലപ്പോ അവസാനത്തെ ആയിരിക്കും പ്രധാനപ്പെട്ടത്. കേൾക്കും, ഇൻഷാല്ലാ കേൾക്കും. ഇത് വർദ്ധൂന്നുണ്ട്, വർദ്ധൂന്നുണ്ട്, വറീദെന്നൊക്കെ ഒരേ പേരാണ് അല്ലെ? എഡ്വേർഡ് എന്ന് ഡായാണ് പറയുന്നത്. നമ്മള് ഇംഗ്ലീഷ് പറയുമ്പോ എഡ്വേർഡ് എന്ന് പറയും. അവിടെ ഡായാണ്. ഡാ അറബിയിൽ ഇല്ലെങ്കിൽ ഇല്ല, അറബിയിലുള്ള അക്ഷരം ഏതാണോ അതാണ് ഉച്ചരിക്കേണ്ടത്. നമ്മളിപ്പോ ഉച്ചരിക്കേണ്ടത്. നമ്മൾ അറബി പറയുമ്പോൾ എഡ്വേർഡ് എന്താ പറയാ? എഡ്വേർഡ്. ലണ്ടനും പാരീസു, പാകിസ്ഥാനു, ഇസ്തംബൂളു അല്ല, ഇസ്തംബൂലു. ഓക്കെ, നമ്മൾ ഏകദേശം തീർന്നു ക്ലാസ്. അല്ല, ലണ്ടന് ഇംഗിൽത്തറന്ന് വേർഡ് ഉപയോഗിച്ചല്ലോ, നമ്മൾ വായിച്ചല്ലോ, പഠിച്ചല്ലോ. ഇംഗിൽത്തറ ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമാണ് ലണ്ടൻ. തലസ്ഥാനം ലണ്ടൻ. പക്ഷെ നമ്മള് തലസ്ഥാനത്ത് എന്ത് ചെയ്യും? രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് പറയും തലസ്ഥാനം. ലണ്ടനിൽ നിന്ന് വന്നെന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നെന്ന് പറയുന്നത് ലണ്ടനിൽ നിന്ന് വന്നെന്ന് പറയും. ലണ്ടൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറയും. ഓക്കെ, ഉദാഹരണമായിട്ട് അപ്രകാരം മാറ്റി എഴുതുക. സുമ്മ ഹവ്വിൽ എന്ന് പറഞ്ഞാൽ മാറ്റുക. ഇതൽ ജുമലിൽ ആത്തിയ, ഹവ്വിൽ ജുമലൽ ആത്തിയ. പിന്നീട് ജുമലൽ എന്ന് പറഞ്ഞ ജുംലയുടെ ബഹുവചനം. സെന്റൻസസ് അല്ലാത്തിയ ഫോളോയിങ് ഓർ കമ്മിങ്. മിസ്ലഹു, സിമിലർ ടു ദാറ്റ്. അൻത ദഹബത ഇലൽ മദ്രസതി. അപ്പൊ അൻതും വരുമ്പോൾ ദഹബത്തും ഇലൽ മദ്രസതി. അപ്പൊ അൻത ഖറജത മിനൽ ഫസ്ലി. അപ്പൊ എന്ത് പറയും? അൻതും ഖറജതും മിനൽ ഫസ്ലി. അൻതും ഖറജതും മിനൽ ഫസ്ലി. അൻത ജലസ്ത ഫിൽ ഫസ്ലി. എന്ത് പറയും? അൻതും ജലസ്തും ഫിൽ ഫസ്ലി. ഐന ദഹബത യാ അഖി. أين ذهبتم يا إخواني
أخواني യാ ഇഖ്വാനി അഖ്വാൻ അല്ല ഇഖ്വാൻ. അഖിന്റെ ബഹുവചനം ഇഖ്വാനാണ് കേട്ടോ. ലിമാദാ ഖറജ്ത മിനൽ ഫസ്ലി യാ വലദു. لماذا خرجتم لماذا من خرجتم الفصل من الفصل മിനൽ أولاد ഫസ്ലി യാ ഔലാദു. ലാദ്. യാ ഔലാദ്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ സംഗതിയാണ്. ഇനിയിപ്പോ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ബലദിന്റെ ബഹുജനമാണ് ബിലാദ്. ബലദിൻ ബിലാദിൻ. ഓക്കെ, ഇനി എക്സസൈസ് ആയിരുന്നത് പെട്ടെന്ന് ടപ്പ് ടപ്പായിട്ട് എഴുതി അപ്പുറം തന്നെ ഇടുക, അപ്പുറം തന്നെ നിങ്ങൾക്ക് നോക്കി കിട്ടും. അല്ല, നിങ്ങൾ എഴുതുന്ന ഇടാൻ വേണ്ടി എഴുതുന്നത് നോക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുള്ളൂ നിങ്ങളുടെ ടീച്ചർ. ഇത് കംപ്ലീറ്റ് എക്സർസൈസ് ആയിട്ട് എഴുതിയിരുന്നോ? ഇത് എക്സസൈസ് തരും നിങ്ങൾക്ക്. ആ തരുന്ന എക്സസൈസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പാഠം അടുത്ത പ്രാവശ്യം അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാ പറഞ്ഞു വല്ലതും? അസ്സലാമു അലൈക്കും പറഞ്ഞു. അസ്സലാമു അലൈക്കും പറഞ്ഞു. വല്ലതും പറയാൻ വേണ്ടിയാണോ ചോദിച്ചു? അല്ല, പറയാൻ വേണ്ടിയുള്ള സലാമാണോ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ ഭാഷ പഠിച്ച് ഖുർആൻ യഥാവിധി വായിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇതിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആരും കോണ്ടാക്ട് എടുത്തിട്ട് അവരെ കൊണ്ട് വിളിക്കുക, പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് ഒരുമിച്ച് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു ഖൈറൻ. ആമീൻ വഇയ്യാക്കും.